Hello guys, I'm Niveditha and welcome back to my channel. So as the title suggests, in the video, a Valentine's Day makeup look. I have not gone overboard. I have just tried to keep it very simple and minimal. So if you want to know how I got this look, then please keep on watching. Okay, so let's start. First off, I am going to be applying this vitamin C toner from Pixie. So I am applying this first before the moisturizing. So it's namukku 3 to 4 drops edutittu nallola rub cheyid nammade face like ഒന്ന് place ചെയ്തു കൊടുക്കാം. So that was our first step. ഇനി നമുക്ക് നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇറ്റ്സ് ഫ്രം ന്യൂട്രിഡേം. ഇത് വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷൻ ആണ്. സോ ഇത് നമ്മളിപ്പോൾ ഒരു മേക്കപ്പിൻ്റെ ഒക്കെ മുൻപ് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ആക്ച്വലി ഗിവ്സ് എ പ്രൈമർ എഫക്റ്റ് ടു. സോ നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ സെയിം എഫക്റ്റ് ഈ ഒരു മോയ്സ്ചറൈസർ തരും. സോ നമുക്ക് നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാം. It is very important to keep your skin moisturized before doing makeup because or else it's not good for your skin. So ഞാൻ ഇവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് താഴെ നോക്കുന്നത്. സോ നമ്മുടെ മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. സോ യെസ്, our skin is good to go. ഇനി നമുക്ക് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സൺസ്ക്രീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് യു സ്റ്റാർട്ട് യൂസിങ് എ സൺസ്ക്രീൻ. സോ സൺസ്ക്രീനിന് ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂട്രിജനയുടെ അൾട്രാ ഷിയർ ഡ്രൈ ടച്ച് സൺബ്ലോക്ക് വിത്ത് SPF 50. So let's apply the sunscreen. സോറി, അത് ബെല്ലയും ജിഞ്ചറും ഒന്ന് വഴുക്കൂടാൻ ശ്രമിച്ചതാണ്. സൺസ്ക്രീൻ നല്ല ജനറസ് അമൗണ്ടിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് കൂടുതലാണെന്നൊന്നും വിചാരിക്കണ്ട. ഇത് കൂടുതലല്ല, നമുക്ക് നമ്മുടെ നെക്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മീറ്റോ, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാവിലെയാണ് കേട്ടോ. ലൈക്ക് ഓഫീസിൽ പോകുന്നതിന് മുൻപ് ഷൂട്ട് ചെയ്യുക. അതുകൊണ്ട് പിള്ളേരൊക്കെ ഇപ്പോൾ എഴുന്നേറ്റ് അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ദേ ആർ ലൈക്ക് ലിറ്ററലി ഇൻ എ പ്ലേ മൂഡ്. അവർ ഇങ്ങനെ നടക്കാണ് എൻ്റെ ചുറ്റിനും. ഇവിടെ എന്താണ് സംഭവിക്കണേ? രാവിലെ ഇതില്ലാത്തൊരു പതിവാണല്ലോ എന്നൊക്കെയാണ് അവർ ആലോചിക്കണേ തോന്നുന്നു. ഓക്കെ, സോ നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. സോ നൗ നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ് ഇൻ ദ സ്കിൻ പ്രെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ് ബാം അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ലൈക്ക് മൈ ലിപ്സ് ആർ ഓൾസോ ഡ്രൈ. സോ ലൈക്ക് നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നിവ്യയുടെ ആണ്. സോ ഞാൻ ഇതർ നിവ്യ അല്ലെങ്കിൽ മേബിലിൻ, ദീസ് 2 ഓർ ലാനിയേഷ്. സോ ദീസ് 3 ആർ ദ ലിപ് ബാം I usually use. സോ നമ്മുടെ സ്കിൻ പ്രെപ്പ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ലൈക്ക് ഈ സ്കിൻ പ്രെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ മേക്കപ്പ് അപ്ലൈ ചെയ്യാൻ തുടങ്ങണ്ട. നമുക്കൊരു 2 minutes വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വാലന്റൈൻസ് ഡേ മേക്കപ്പിലേക്ക് കിടക്കാം. സോ നൗ we are good to start with our makeup. സോ ഞാൻ ഇപ്പോഴിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഫൗണ്ടേഷൻ ലൈക്ക് വിത്ത് ഫൗണ്ടേഷൻ മേക്കപ്പ് ലുക്ക് ചെയ്യണോ അതോ വിത്തൗട്ട് ഫൗണ്ടേഷൻ നോ ഫൗണ്ടേഷൻ കൺസീലർ ലുക്ക് ചെയ്യണമെന്ന്. ബിക്കോസ് കഴിഞ്ഞ വർഷം ഞാൻ വാലന്റൈൻസ് ഡേ മേക്കപ്പ് ലുക്ക് ചെയ്തപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്തില്ല, കൺസീലർ മാത്രമേ യൂസ് ചെയ്തോളൂ. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം കോവിഡൊക്കെ അല്ലായിരുന്നോ, അതുകൊണ്ട് അധികം നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് കൺസീലർ വെച്ച് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. ബട്ട് ഈ വർഷം നമുക്ക് ഫൗണ്ടേഷൻ ഒന്ന് അപ്ലൈ ചെയ്യാം അല്ലേ? ബിക്കോസ് വൈ നോട്ട്? നമുക്കിപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് ഫ്ലൂയിഡ് SPF 15 ആണ്. എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് NC40. സോ നമ്മൾ കുറച്ച് ഫൗണ്ടേഷൻ എടുക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് ഫൗണ്ടേഷൻ എടുത്തു. ഇനി നമുക്ക്
ഈ ഒരു ഡാംഡ് സ്പോഞ്ച് ഉണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ഈ ഒരു മേക്കപ്പ് സ്പോഞ്ച് യൂസ് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യരുത്. നനച്ചിട്ട് വെള്ളം ഫുൾ കളഞ്ഞിട്ട് വേണം നമ്മൾ സ്പോഞ്ച് യൂസ് ചെയ്യാൻ. നമ്മൾ വെള്ളം മൊത്തം കളഞ്ഞില്ലെങ്കിൽ മേക്കപ്പ് മൊത്തം സ്പോഞ്ചിലേക്ക് ആകും. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡാംപ് സ്പോഞ്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഓക്കെ, നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. നമുക്കിനി ഇപ്പോൾ ഈ സ്പോഞ്ചിൽ ബാക്കിയുള്ള ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡറിൽ ബാക്കിയുള്ള ഫൗണ്ടേഷൻ നമുക്ക് നമ്മുടെ നെക്കിലേക്കൊന്ന് ഒന്ന് പുള്ള് ചെയ്ത് കൊടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് നെക്കിൽ വേറെ ഫൗണ്ടേഷൻ എടുത്ത് അപ്ലൈ ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ബ്യൂട്ടി ബ്ലെൻഡറിൽ എന്താണോ റിമൈനിങ് ആയിട്ടുള്ളത് അത് നമുക്ക് നമ്മുടെ നെക്കിലേക്ക് ഇടാം. നിങ്ങൾക്കിപ്പോൾ കണ്ടറിയില്ല, ഞാൻ അധികം ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടില്ല. അധികം ഫൗണ്ടേഷൻ യൂസ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഈ ഒരു പിഗ്മെൻറ്റേഷൻ, ഈ ഒരു മാർക്കുകളൊക്കെ കാണത്തില്ലായിരുന്നു. ഐ ഹവ് ജസ്റ്റ് യൂസ്ഡ് വെരി വെരി ലിറ്റിൽ. സോ ഇനി നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം. കൺസീലറായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് Too Faced in Born This Way Multi-Use Sculpting Concealer. So this is how the packaging looks like. And my shade is Sand. ഇനി നമുക്ക് ഈ ഒരു കൺസീലർ എടുത്തിട്ട് കുറച്ച് തീരെ കുറച്ച് നമുക്ക് നമ്മുടെ മേജർ പിഗ്മെന്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്യാം. സോ ഫോർ മീ ഇറ്റ് ഈസ് അണ്ടർ മൈ ഐസ്, സൈഡ്സ് ഓഫ് ദി നോസ്, നമ്മുടെ ലിപ്സിൻ്റെ അവിടെ. എനിക്കിവിടെ ഒരു ആക്നെ മാർക്ക് ഉണ്ട്. നമുക്ക് ബേസിക്കലി ആ ഒരു ഇംപെർഫെക്ഷൻസ് ഉള്ള സ്ഥലത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഫോർഹെഡിൽ തൽക്കാലം ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് നമ്മുടെ ഫോർഹെഡിലും നെക്കിലും അപ്ലൈ ചെയ്യാം. സോ ഇതും നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോ ബാക്കി നമുക്ക് നമ്മുടെ ഫോർഹെഡിലും അഗെയിൻ നെക്കിലേക്ക് ഒന്ന് പുള്ള് ചെയ്ത് കൊടുക്കാം. യൂഷ്വലി ഞാൻ ഫൗണ്ടേഷനോ കൺസീലറോ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യാറില്ല. ബട്ട് ദീസ് ഡേയ്സ് സംഹൗ എനിക്ക് തോന്നുന്നു ഞാനത് എൻ്റെ ഫേസ് കുറേ ഹൈഡ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഐ ഫീൽ നമ്മളിത് ഇട്ട് കഴിഞ്ഞിട്ട് മുഖത്ത് കുറച്ച് ഓയിലിനെസ് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു പൗഡർ എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തത് മേബിലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ ആണ്. സോ ജസ്റ്റ് ടേക്കിംഗ് എ ലിറ്റിൽ ബിറ്റ് and placing it under my eyes. So നമുക്ക് മേജർ ആയിട്ട് നമുക്ക് എവിടെയാണ് ക്രീസിങ് വരണേ അവിടെ നമുക്ക് ഈ പൗഡർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഫോർ മീ ഇറ്റ്സ് മെയിൻലി അറൗണ്ട് so for me it's basically around my eyes and around my lips. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. നമുക്ക് നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യാം. സോ ആദ്യം തന്നെ ഞാൻ ഒരു സ്പൂലി ബ്രഷ് എടുത്തിട്ട് നമ്മുടെ ഐബ്രോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഐബ്രോ നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നിക്സ് പ്രൊഫഷണൽസിൻ്റെ ഐബ്രോ കേക്ക് പൗഡറാണ്. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഇതിൽ നമുക്ക് 2 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. അതിലെ ഡാർക്കർ ഷെയ്ഡാണ് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറ്. സോ ലൈക്ക് യു ക്യാൻ സീ ദിസ് ഇസ് ദ ഷെയ്ഡ് ഐ നോർമലി യൂസ്. സോ ലെറ്റ്സ് fill our eyebrow. So ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് സ്പൂളി യൂസ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സോ ദാറ്റ് ദ പ്രോഡക്റ്റ് വിൽ ബി ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഐ മേക്കപ്പിലേക്ക് കിടക്കാം. ഓ ഇതൊരു സ്പെഷ്യൽ ഡേ അല്ലേ, വാലന്റൈൻസ് ഡേക്ക് അല്ലേ, അതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ഗ്ലിറ്റർ ആകാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നറ്റാഷ ഡെനോന എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിലെ പ്യോർ ലവ് എന്ന് പറഞ്ഞ ഒരു ഐ ഷെയ്ഡ് ആണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഇങ്ങനത്തെ ഒരു സാമ്പിൾ പാക്കേജിങ്ങിലായിട്ട് വരുന്നത്. ഇത് ഞാൻ സെഫോറയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ അതിൽ അവർ ഫ്രീ സാമ്പിളായിട്ട് തരുന്നതാണ്. സോ ദിസ് ഈസ് ഹൗ ദ കളർ
looks. How pretty is this? So pretty. So നമുക്ക് ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് മെയിൻലി ഒരു ക്രീമി ഐ ഷാഡോ ആണ് കേട്ടോ. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. ഐ ഷാഡോ ബേസ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. സോ ഐ എം ഡയറക്ട്ലി അപ്ലൈയിങ് ദിസ് ഐ ഷാഡോ. അഗൈൻ ഐ എം നോട്ട് യൂസിങ് ബ്രഷ്, ലൈക്ക് ഐ ഷാഡോ ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഐ എം ജസ്റ്റ് യൂസിങ് മൈ ഫിംഗർ ടു ജസ്റ്റ് ടേക്ക് എ ലിറ്റിൽ പ്രോഡക്റ്റ് ആൻഡ് ദെൻ നമുക്ക് നമ്മുടെ ഐലിഡ്സിന്റെ മേലിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഡിഡ് യു സീ ദാറ്റ് പിഗ്മെന്റേഷൻ? ഓ മൈ ഗോഡ്, ഇത് ഇത്രയും പിഗ്മെന്റഡ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് എ വെരി ഡാർക്ക് ഐ ഷാഡോ. എനിക്ക് ഭയങ്കര ബേസിക് ആയിട്ടുള്ളൊരു ഐ ഷാഡോ മതിയായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു നമുക്കിതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഫൈൻ. ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക്, എനിക്കിങ്ങനെ ഐ ഷാഡോ ഒരുപാട് അപ്ലൈ ചെയ്യുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ആൾക്കാർ ചെയ്തു തന്നാൽ ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ അറിയാത്ത ആൾക്കാർ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ അധികം അറിയത്തില്ല. സോ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. സോ ഈ ഒരു ഐ ഷാഡോയുടെ പ്രത്യേകത, ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ, ഇതൊരു പിങ്ക് അണ്ടർടോണിൽ മൊത്തം ബ്ലൂ ആൻഡ് പേർപ്പിൾ ഗ്ലിറ്റേഴ്സ് ആണ് കേട്ടോ. സോ പ്രിറ്റി ഇറ്റ് ലുക്സ്. ഓ മൈ ഗോഡ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ഡൺ. യെപ്പ്, ഞാൻ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തുട്ടോ. സോ എനിക്കത് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. യെസ്, വി ആർ ഗുഡ് ടു ഗോ. ഈ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒബ്വിയസ്ലി ഐലൈനർ അപ്ലൈ ചെയ്യുക. സോ ഐലൈനർ ഞാൻ യൂസ് ചെയ്യുന്നത് വെരി ബേസിക് ലാക്മേ ഇൻസ്റ്റാ ലൈനർ. സോ നമുക്ക് ചെറിയൊരു വിങ്ഡ് ലൈനർ എഫക്റ്റ് കൊടുക്കാം. ചെറിയൊരു വിങ്ഡ് ലൈനർ എഫക്റ്റാണ് ഞാൻ ഇന്നത്തെ ലുക്കിൽ ചെയ്യുന്നത്. സോ നമ്മുടെ ഐലൈനർ അപ്ലൈ ചെയ്തു. ഇറ്റ് ഇസ് കം ഔട്ട് ക്വൈറ്റ് വെൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ കാജലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഐ എം ഡയറക്ട്ലി ഗോയിങ് വിത്ത് അപ്ലൈയിങ് എ മസ്കാര. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ടു ഫേസ്ഡിൻ്റെ ഡാം ഗേൾ എന്ന് പറഞ്ഞ ഈ ഒരു മസ്കാരയാണ്. ഇതിൻ്റെ പാക്കേജിങ് എന്ത് ഭംഗിയല്ലേ കാണാൻ, നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ് ആണ്. നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഡ്രമാറ്റിക് ലാഷസിൻ്റെ എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഇത് കണ്ടോ, ഞാൻ ഒരു കോട്ടേ ഇട്ടുള്ളൂ, പക്ഷേ സ്റ്റിൽ ഇറ്റ് ലുക്സ് ഗുഡ്. സോ നമ്മളങ്ങനെ മസ്കാരയും അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ഹൗ മൈ ഐ പാർട്ട് ലുക്സ് ലൈക്ക്. ഇനി നമുക്ക് കണ്ണിൻ്റെ അവിടെ ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഭയങ്കര ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് ഞാൻ ഫോളോ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഐ എം നോട്ട് ഗോയിങ് ഫോർ ദ കോൺടോറിങ്, പിന്നെന്താ ബ്രോൺസിങ്, അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ നല്ല ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് ചെയ്യുന്നുള്ളൂ. സോ ഞാൻ അടുത്ത ബ്ലഷ് യൂസ് ചെയ്യാൻ പോവാണ്. ഇത് നൈക്കയുടെ Nykaa Get Cheeky Blush Duo ആണ്. So I am just going to mix both these shades and then apply it. നമുക്ക് ഈ നോസിൻ്റെ ഈ ഒരു ടിപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. So that like everything will look complete. ഒരുപാട് ബ്ലഷ് അപ്ലൈ ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് ഒരു ഇത്തിരി, നമുക്ക് ഒരു നാച്ചുറൽ ലുക്കിനൊക്കെയാണ് പോകുന്നതെങ്കിൽ ഒരിച്ചിരി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. വിൽ ഓൾസോ അപ്ലൈ എ ലിറ്റിൽ അണ്ടർ ദ ചിൻ. സോ നമ്മളങ്ങനെ നമ്മുടെ ബ്ലഷും അപ്ലൈ ചെയ്ത് കഴിഞ്ഞേക്കാണ്. ഇനി കമ്മിങ് ടു വൺ ഓഫ് ആർ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് അപ്ലൈയിങ് ഹൈലൈറ്റർ. ഹൈലൈറ്ററിന് ഞാൻ യൂസ് ചെയ്യുന്നത് നിക്സിൻ്റെ ലവ് യു സോ മോച്ചി എന്ന് പറഞ്ഞ ഈ ഒരു ഹൈലൈറ്റിംഗ് പാലറ്റാണ്. ഈ ഒരു ഹൈലൈറ്റിംഗ് പാലറ്റ് എന്ത് ക്യൂട്ടാന്ന് നോക്കിയേ, സോ പ്രിറ്റി. സോ ഇതിന് നമുക്ക്, ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. അത് നമുക്ക് കുറച്ച് എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
Can you see that instant glow? നമുക്ക് നോസിൻ്റെ ഈ ഒരു ബ്രിഡ്ജിലും ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഐബ്രോയുടെ ഈ ഒരു ആർച്ചിലെ ഈ ആർച്ചിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ബേസിക്കലി നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഫേസിൻ്റെ ഹൈ പോയിന്റ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനാണ് കേട്ടോ. സോ നമ്മുടെ ഐബ്രോയുടെ ഈ ഒരു ആർച്ചിൽ നമ്മൾ അപ്ലൈ ചെയ്തു. നമ്മുടെ ടീ സോൺ അല്ല നമ്മുടെ നോസിൻ്റെ ഈ ഒരു ബ്രിഡ്ജിലും അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ ക്യൂപ്പിഡ്സ് ബോയിൽ അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്കൊരു തുള്ളി നമ്മുടെ ഈ ഒരു ഇന്നർ കോർണേഴ്സിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. Yes, we are done with the major part of our makeup. ഇനിയുള്ള ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ നമുക്കൊരു റെഡ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാതാണല്ലോ. ഞാൻ മാക്കിൻ്റെ റൂബി വൂ എന്ന് പറഞ്ഞ അവരുടെ എവർഗ്രീൻ റെഡ് ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ലിപ്സ്റ്റിക് ഒന്ന് അപ്ലൈ ചെയ്യാം. Oh, this is it. This is our Valentine's Day makeup look. I have tried to keep it very simple. ഞാൻ ഓവർബോർഡ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് മാത്രം ഫോളോ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ദിസ് ഇസ് ഹൗ മൈ മേക്കപ്പ് ഇസ് കം ഔട്ട് ടു ബി. I like it. I like how minimal it is. But we've just gone for a red lip because why not? ഇടയ്ക്ക് നമ്മൾ ഇച്ചിരി ബ്രൈറ്റ് ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നത് നല്ലതല്ലേ. നമ്മളെപ്പോഴും ന്യൂഡ് ലിപ്സ്റ്റിക് ഒക്കെ അല്ലേ ഇടുന്നത്. അപ്പോൾ ഇന്നൊരു ബ്രൈറ്റ് റെഡ് ലിപ്സ്റ്റിക് ഇടാന്ന് വിചാരിച്ചു. ഇനി എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ലാസ്റ്റ് ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിച്ചു തരാം. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഐ ഹാവ് വോൺ ദിസ് ബ്യൂട്ടിഫുൾ ഗൗൺ ഫ്രം ഋതുകുമാർ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർക്ക് പോയപ്പോൾ മമ്മിയും ഡാഡിയും വാങ്ങിച്ചു തന്നതാണ്. ദിസ് ഇസ് ഫ്രം ഋതുകുമാർ അഗൈൻ. ദിസ് ഇസ് എ വെരി വെരി ഗോർജിയസ് ഗൗൺ. ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. I am loving how this is all come together. I am wearing very minimal jewelry too. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ you know what you have to do. Go like, share and subscribe to my channel. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ take care, stay blessed, stay happy and spread love. Bye bye.